സർ, ഡൽഹിയിൽ വെച്ച് നടന്ന AI സമ്മിറ്റില് രാഹുൽ ഗാന്ധിയുടെ യൂത്ത് കോൺഗ്രസ് അവിടെ കാണിച്ച കൂത്ത്, ഷർട്ടൂരി പ്രൊട്ടസ്റ്റ്, അതിനെപ്പറ്റി ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, രാഹുൽ ഗാന്ധി നെഹ്റുവിന്റെ പാരമ്പര്യം പിന്തുടരുന്നതാണോ? നല്ല ചോദ്യമാണ്. ആ വിഷയം അത് ഒഴിവാക്കപ്പെടാൻ കോൺഗ്രസ്സുകാർ പോലും ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ മണിശങ്കർ അയ്യര്, ഈ മണിശങ്കർ അയ്യർ എന്ന് പറഞ്ഞാല് നരേന്ദ്രമോദിയെ ഇല്ലാതാക്കി കിട്ടാൻ വേണ്ടി, പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയല്ല, മോദിയെ ഇല്ലാതാക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ സഹായം ചോദിച്ചു പോയ ആളാണ് ഈ മണിശങ്കർ അയ്യർ. രാഹുലിന്റെ ഏറ്റവും അടുത്ത ആളാണ്. അദ്ദേഹം KC വേണുഗോപാലിനെ കുറിച്ച് റൗഡിയാണെന്നാ പറഞ്ഞത്. ആ വേണുഗോപാല് ഇന്നിപ്പം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഉടുപ്പൂരി പ്രകടനം നടത്തിയവരെയൊക്കെ അവരെല്ലാം വെറുതെ വിടണമെന്നും അവരുടെ കേസ് വെറുതെ വിടണമെന്നും റൗഡിസം അത്തരത്തിൽ കാണിക്കുന്നത് ഞങ്ങളുടെ ജന്മസിദ്ധമായ അവകാശമാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊരു ഭയങ്കര ഭയവും സംശയവും ഉണ്ട്. നമ്മൾ അതിനു മുമ്പ് ഇന്ത്യയുടെ ലോകസഭയില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കാൻ വരുന്നതിന് മുമ്പായിട്ട് കുറച്ച് വനിതാംഗങ്ങളെ പറഞ്ഞു വിട്ടിരുന്നു, അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ വേണ്ടി. അവർക്കും ഞാൻ പറയുന്നത് കൊണ്ട് എന്റെ മനസ്സിലെ ഭയം പറയാണ്, അവർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശവും ഈ ഉടുപ്പൂരി പ്രകടനക്കാരുടെ ശൈലിയിൽ ലോകസഭയിൽ ഒരു പ്രകടനം നടത്താനാണോ പറഞ്ഞു വിട്ടതെന്ന് ഇപ്പൊ എനിക്ക് സംശയം തോന്നുന്നു. അതും വളരെ മോശമായ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു. പിന്നെ അഞ്ജന ചോദിച്ച ചോദ്യം, ഇത് നെഹ്റുവിന്റെ പാരമ്പര്യം പിന്തുടരുകയാണോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ആ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും കൃത്യമായും പിന്തുടർന്ന ആ ശൈലി തന്നെയാണ് ഇന്ന് രാഹുലിന്റെ അനുചരന്മാരും ചെയ്യുന്നത്. ഞാൻ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഞാനീ പറയുന്നത് ആരെങ്കിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നാണെന്ന് പറയുമൊന്നും വേണ്ട. പുസ്തകങ്ങളുടെ ആധികാരികമായ രേഖകളുള്ളതാണ്. സീതാറാം ഗോയൽ എഴുതിയ ഹൗ ഐ ബിക്കം ആൻ ഹിന്ദു എന്ന പുസ്തകത്തില് അദ്ദേഹം എഴുതിയ ഒരു സംഭവമുണ്ട്. അതായത് ജവഹർലാൽ നെഹ്റു, രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ, ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു സന്യാസി വര്യൻ കർപ്പത്രി മഹാരാജ് എന്ന് പറയുന്നത്. ആ കർപ്പത്രി മഹാരാജിന്റെ പ്രത്യേകത, കൈപ്പത്തിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത മാത്രം ഭക്ഷണം കഴിച്ച് തന്റെ സന്യാസി ജീവിതം അത്തരം നിയന്ത്രണം നടത്തിയ മനുഷ്യനാണ്. വളരെ ശ്രദ്ധേയനായ മനുഷ്യനായിരുന്നു. അദ്ദേഹവും സന്യാസിമാരും ചേർന്ന് ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞപ്പോൾ അവര് പോയല്ലോ, നീ ഗോമാംസ നിരോധനമായി കൂടെ എന്നൊരു നിവേദനമായി ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്തെത്തി. പ്രധാനമന്ത്രിയുടെ തീൻമൂർത്തി ഭവനിൽ അവരെത്തി അതിനുവേണ്ടി സത്യാഗ്രഹം ചെയ്തു. അവരുടെ ആവശ്യം ഇതായിരുന്നു, ഗോമാംസ നിരോധനം കൊണ്ടുവരിക. അത് വേണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. പക്ഷെ ആ സന്യാസി വര്യന്മാരെ നെഹ്റു സമീപിച്ച ശൈലിയാണ്. നെഹ്റുവും അദ്ദേഹത്തിന്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റും കൂടെ ഒരിക്കൽ അങ്ങോട്ട് ഇറങ്ങി വന്ന് സംസാരിക്കാനായിരിക്കും ജവഹറിന്റെ വരവെന്ന് കണക്കാക്കി മുന്നോട്ടാഞ്ഞ കർപ്പത്രി മഹാരാജിന്റെ ചെവിക്കല്ലിന് ആട്ടിക്കൊടുത്ത ദുഷ്ടനായിരുന്നു ജവഹർലാൽ നെഹ്റു. അങ്ങനെ ചെയ്തതിനകത്ത് വിജയലക്ഷ്മി പണ്ഡിറ്റും ആ കൃത്യം ആവർത്തിച്ചു എന്നാണ് പറയുന്നത്. അത് പ്രധാനമന്ത്രിയുടെയോ വിജയലക്ഷ്മി പണ്ഡിറ്റിയോ കുടുംബത്വത്തിലായിരുന്നില്ല. തീൻമൂർത്തി ഭവൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്. അവിടെയാണ് പ്രതിഷേധവുമായിട്ട് സന്യാസി വര്യന്മാരെത്തിയത്. അവരുടെ കരണത്തടിച്ചത് ഏത് തരത്തിലാണ് ന്യായീകരിക്കാൻ പറ്റുന്നത്? ആ പാരമ്പര്യമല്ലേ രാഹുൽ ഇപ്പം പിന്തുടർന്നിരിക്കുന്നത്. ഇനി ഒരു കാര്യം ഇപ്പോൾ അക്കാര്യത്തിൽ ഓർമ്മിപ്പിക്കാം.
ആ വിവരത്തിന് സാക്ഷിയായ ഒരു അമേരിക്കൻ പ്രവർത്തകനുണ്ട്. അദ്ദേഹമാണ്, ആ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹമാണ് സീതാറാം ഗോയലിന് ഈ വിവരം പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം അവിടെ വാർത്ത ശേഖരിക്കാൻ വേണ്ടി ചെന്നതാണ്. യാദൃച്ഛികമായി ഇതിന് ദൃക്സാക്ഷിയാൻ വേണ്ടി വന്നു. അതിനുശേഷം ഈ സംഭവം വിവരിച്ച ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു വാചകം അത് ഞാൻ കുറിച്ചിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. അതെല്ലാരും കേൾക്കേണ്ട ഒരു വാചകം. I do not know the norm in your country. നിങ്ങളുടെ രാജ്യത്തെ രീതികൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. In my country, if the president so much as shouts at a citizen, he will have to go. പക്ഷെ എന്റെ രാജ്യത്ത്, നിങ്ങളുടെ രാജ്യത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ രാജ്യത്ത് ഒരു സാധാരണ പൗരന് മുമ്പിൽ ഷൗട്ട് ചെയ്താൽ പോലും ആ പ്രസിഡന്റിന് പോകേണ്ടി വരും. അതാണ് എന്റെ രാജ്യത്തിന്റെ രീതി. We take it from no, ആ വാക്യം പറയുന്നില്ല, ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അബ്യൂസീവ് വാക്കാണ്. We take it from no dash. Whatever the matter, how big he happens to be. എന്ത് സംഭവമാണെങ്കിലും ഏത് ഡാഷിന്റെ അടുത്താണെങ്കിലും ഇങ്ങനൊരു രീതിയെ എന്റെ രാജ്യത്ത് സ്വീകരിക്കില്ല എന്നാണ് അത് എഴുതപ്പെട്ട രേഖകളിലുള്ളതാണ്. ഇതാണ് നെഹ്റുവിന്റെ തഞ്ചം. നെഹ്റു പിന്നെ ബീഹാറിലൊക്കെ ചെന്ന് അദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്തിയവരെ ഓടിച്ചിട്ടടിക്കാൻ പോയതും ഒക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ചരിത്രമുണ്ട്. അപ്പൊ ഗുണ്ടാ രാഷ്ട്രീയം ഇവരുടെ രക്തത്തിലുള്ളതാണ്. ഇനി ഇന്ദിരാഗാന്ധിയിലേക്ക് വരാം. ഇന്ദിരാഗാന്ധിയുടെ കാര്യം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ വളരെ പ്രത്യേകത അറിയിക്കുന്ന സംഭവമാണ്. 1977 ഇന്ദിര നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജനാധിപത്യ തെരഞ്ഞെടുപ്പില് പരാജയപ്പെട്ട് കുടുംബത്തിലേക്ക് പോകേണ്ടി വന്നു. അതിനുശേഷം ഇന്ദിര അറസ്റ്റ് ചെയ്യപ്പെട്ടു. സഞ്ജയ് ഗാന്ധിക്കെതിരെ കേസ് ചാർജ് ചെയ്തു. ഈ സമയത്ത് രണ്ട് വിദ്വാൻമാര്, കോൺഗ്രസ് അനുഭാവികളായ രണ്ട് വിദ്വാൻമാർ, രണ്ടുപേരുടെയും പേര് പാണ്ഡെ എന്നാണ്. ഞാൻ കൃത്യമായിട്ട് പേരുകൾ ഇപ്പോൾ ഓർക്കുന്നത്. രണ്ട് പാണ്ഡേമാര്, അവര് കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇവർ രണ്ടുപേരും അന്ന് 1978 ഒരു വിമാനം റാഞ്ചി 132 യാത്രക്കാരുള്ള വിമാനമാണ് റാഞ്ചിയത്. ആ വിമാനം റാഞ്ചിക്കൊണ്ട് പോയ ആളുകളെ ശരിക്കും പറഞ്ഞാൽ അവരെ ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും വിമാന റാഞ്ചികൾക്ക് കൊടുക്കുന്ന ശിക്ഷ അറിയാമല്ലോ. പക്ഷെ ഇവിടെ സംഭവിച്ച തിരിച്ച 1980 ഇന്ദിര തിരിച്ചു വന്നപ്പം ഈ കേസെല്ലാം അവർ പിൻവലിച്ചെന്ന് മാത്രമല്ല, ഇവർ രണ്ടുപേർക്കും കോൺഗ്രസിന്റെ സീറ്റ് നൽകി അവരെ UP MLA-മാരാക്കി. ഇതാണ് ഇന്ദിരയുടെ പാരമ്പര്യം. ഇനി രാജീവിലേക്ക് വരാം. രാജീവ് മുഖ്യമന്ത്രിയായിരുന്ന അഞ്ജയ്യെ അവഹേളിക്കുകയും കരയിപ്പിക്കുകയൊക്കെ ചെയ്ത ചരിത്രം, ആ ഹൈദരാബാദ് എയർപോർട്ടിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ലോകത്തെല്ലാം അറിയാവുന്നതാണ്. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, അത് മറ്റൊന്നുമല്ല. ഇന്ദിര മരിച്ചു കഴിഞ്ഞ് ഇന്ദിരയുടെ ശവശരീരം അഗ്നിക്ക് സമർപ്പിക്കുന്നതിന് പോലും കാത്തു നിൽക്കാതെ ആ മൃതശരീരത്തെ കവച്ചു വെച്ച് കടന്നു എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം, ഞാനത് ഉപയോഗിക്കുന്ന വാക്ക്, കവർന്നെടുത്തയാളാണ് രാജീവ് ഗാന്ധി. അധികാരമോഹം എന്താ കുറവായിരുന്നു. അതിനു മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല രീതി. ജവഹർലാൽ നെഹ്റു മരിച്ചു കഴിഞ്ഞപ്പോൾ ഇടക്കാല പ്രധാനമന്ത്രിയായി ഗുൽസാരിലാൽ നന്ദ എടുത്തു. അതിനുശേഷം പാർലമെന്ററി പാർട്ടി കൂടി ലാൽ ബഹദൂർ ശാസ്ത്രിയെ എലക്ട് ചെയ്തു. അദ്ദേഹമായി റെഗുലർ പ്രൈം മിനിസ്റ്റർ. ശാസ്ത്രി മരിച്ചു. അന്നും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ രാഷ്ട്രപതി, അദ്ദേഹം കൈക്കൊണ്ട നിലപാട് ഈ ഗുൽസാരിലാൽ നന്ദയെ തന്നെ വീണ്ടും ഇന്ററിം പ്രൈം മിനിസ്റ്റർ ആക്കി. അതിനുശേഷം
പിന്നീട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കൂടി ഇന്ദിരയെ എലക്ട് ചെയ്തു. അവിടെ ഇലക്ഷൻ തന്നെയായിരുന്നു. പക്ഷെ ഇന്ദിര മരിച്ചപ്പം 1 മണിക്കൂർ പോലും കാത്തു നിൽക്കുന്നതിന് രാജീവ് തയ്യാറില്ലായി. ഇന്ദിര മരിച്ചപ്പം ഇന്ദിരയുടെ മരണം പ്രഖ്യാപിക്കുന്നത് പോലും രാവിലെ സംഭവിച്ച കാര്യത്തിന് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ്. അവിടെ വെച്ച് പ്രഖ്യാപിച്ചത് തന്നെ 2 വാർത്തയും ഒന്നിച്ചാണ് ദൂരദർശൻ അനൗൺസ് ചെയ്യുന്നത്. ഇന്ദിരയെ വധിക്കപ്പെട്ടു, രാജീവ് ഗാന്ധി അടുത്ത പ്രധാനമന്ത്രി. എന്തായിരുന്നു ഇത്ര തിരക്ക്? നമുക്കറിയാം. ഒരു പക്ഷേ ആരെങ്കിലും അന്ന് നരസിംഹറാവുവിനെയോ പ്രണാബ് മുഖർജിയോ സീനിയർ മോസ്റ്റ് മന്ത്രിയെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തി കഴിഞ്ഞിട്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കൂടിയാലും സ്വാഭാവികമായും രാജീവ് തന്നെ തിരഞ്ഞെടുക്കപ്പെടുമായിരുന്നു. പക്ഷെ സമാധാനമില്ലായിരുന്നു. അധികാരത്തോടുള്ള മോഹം, എങ്ങനെയെങ്കിലും സാധ്യത കിട്ടിയില്ലെങ്കിലോ എന്നുള്ള മോഹം അങ്ങനെ നിൽക്കുകയായിരുന്നു. അവിടെയാണ് ആ തീരുമാനം ഉണ്ടായത്. അപ്പൊ അവരും പിന്നെ സഞ്ജയ് ഗാന്ധിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. സഞ്ജയ് ഗാന്ധി ഡൽഹിയിൽ കാണിച്ചിട്ടുള്ള ഗുണ്ടായുസത്തിന്റെ ഒരു കാര്യം മാത്രം ഓർക്കുക, ഗൂഗിൾ ചെയ്താൽ കിട്ടും. സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധിയെ, സ്വന്തം അമ്മയെ കരണത്തടിച്ച സംഭവം ഉണ്ടായിട്ടൊരു പാർട്ടിക്കിടയ്ക്ക് വെച്ച് അത് ചെയ്യുന്നതിന് പേര് ഞാൻ ഓർക്കുന്നില്ല, ലോക പ്രശസ്തനായ ഒരു ന്യൂയോർക്ക് ടൈംസിന്റെ പത്രപ്രവർത്തകനെ അത് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരില് അദ്ദേഹത്തിനെയും ഭാര്യയും കൂടെ ഇവിടെ നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഭാരതത്തിൽ നാട് കടത്തിയ പ്രധാനമന്ത്രി ഇന്ദിര. നാട് കടത്തിയ കാര്യം പോട്ടെ, അമ്മയുടെ കരണത്തടിക്കുന്ന സഞ്ജയ് ഗാന്ധിയുടെ പാരമ്പര്യം, അധികാരത്തിന് വേണ്ടി ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ 1 മണിക്കൂർ പോലും കാത്തു നിൽക്കാത്ത രാജീവിന്റെ പാരമ്പര്യം, ഇന്ദിരയുടെ പാരമ്പര്യം ഞാൻ പറഞ്ഞു. വിമാന റാഞ്ചികൾക്ക് പോലും സംരക്ഷണം കൊടുക്കുന്ന ഇന്ദിരയുടെ പാരമ്പര്യം, സന്യാസിമാരുടെ കരണത്തടിച്ച നെഹ്റുവിന്റെ പാരമ്പര്യം, ആ പാരമ്പര്യം രാഹുലും വെച്ചു പുലർത്തുന്നതിന് കുറ്റം പറയാൻ പറ്റുമോ? ഒരു സംശയവും വേണ്ട. പക്ഷെ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഇവര് രാജാവ് നഗ്നനാണെന്നുള്ള സത്യം ലോകത്തോട് വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ പോലെ ഭാരതത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയമായ നഗ്നത ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞ പ്രസ്ഥാനമാണ് കോൺഗ്രസ് പ്രസ്ഥാനം. അതുകൊണ്ട് അവര് ഉടുപ്പൂരി ഇങ്ങനെ ഒരു പ്രകടനം എന്തിനാ നടത്തിയെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ ഭാരതം ഒരു കാര്യം ലോകരാഷ്ട്ര അതെ 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 പറയൂ സർ. പറഞ്ഞോളൂ. അല്ല, അത് ലോകരാഷ്ട്രത്തിന്റെ മുന്നില് ഇന്ത്യ ഇത്രത്തോളം മുന്നിട്ട് നിൽക്കണ ഒരു ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു അല്ലേ സാർ? ഇന്ത്യയെ നാണം കെടുത്താനുള്ള വാക്ക് ഞാൻ പറയില്ല. അവിടെ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി, അതാ കറക്റ്റ്. ഭാരതം നമ്മളിപ്പോ കേട്ടിട്ടില്ലേ, ആങ്ങളെ ചത്താലും വീട്ടിലെ നാത്തുവിന്റെ കണ്ണീര് കണ്ടാൽ മതിയെന്ന് എന്ന് പറയുന്നത് പോലെ ഭാരതത്തിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നരേന്ദ്രമോദിയുടെ കാലം തുടരാൻ പാടില്ല, ഭാരതത്തിലെ ദേശീയ ശക്തികളുടെ ഭരണവും തുടരാൻ പാടില്ല. മൂക്ക് മുറിച്ചും ശകുനം മുടക്കണം. അതിന് ജോർജ് സൊറോസിനും കൂടെ കൂട്ടും. ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഇന്ത്യയുടെ മരിച്ച സാമ്പത്തികാവസ്ഥയാണെന്ന് പറയുന്നതും ആവർത്തിച്ച് പറയും. ചൈനയുടെ മുമ്പിൽ പോയി, ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മുമ്പിൽ പോയി സന്ധി എഴുതി കൊടുക്കും. പാകിസ്ഥാന്റെ ഇമ്രാൻഖാനുമായി സൗഹൃദം പാലിക്കും. ഭാരതത്തിന്റെ സകല ശത്രുക്കളോടും. കാരണമുണ്ട്. ആ ശത്രുക്കളുടെ സഹായത്തോടു കൂടി, പാകിസ്ഥാന്റെയും ചൈനയുടെയും അമേരിക്കയുടെയും സഹായത്തോടു കൂടിയാണ് 2004 ഡോക്ടർ മൻമോഹൻ സിംഗും സോണിയയും അടങ്ങുന്ന ഭരണകൂടം വന്നത് തന്നെ. അതുകൊണ്ട് ആ ഒരു സാധ്യത തേടുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. പക്ഷെ കാലം മാറി. രാഹുലിന് എന്റെ ധാരണ ശരിയാണെങ്കിൽ അവസാനമായി കത്തുന്ന വിളക്കിന്റെ, ആ കരിന്തിരിയായി കത്തുന്ന വിളക്കിന്റെ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. മാർച്ച് 9-ാം തീയതിക്ക് ശേഷം പലതും സംഭവിക്കാൻ പോകുന്നുണ്ട്. ലോകസഭയിലെ ആ സബ്സ്റ്റാൻസീവ് മോഷൻ രാഹുലിനെതിരെ വന്നു കഴിഞ്ഞാൽ, അതുപോലെ സോണിയക്കെതിരെയുള്ള ആ നാഷണൽ ഹെറാൾഡ് കേസിലെ
ജാമ്യം റദ്ദ് ചെയ്യാനുള്ള ആ കോടതിയിലുള്ള വിഷയം അതൊക്കെ അവർക്കെതിരെ തീരുമാനിക്കുന്ന സാഹചര്യം സ്വാഭാവികമായും നീതിപൂർവം ചിന്തിക്കുന്നവരുടെ ഒക്കെ മനസ്സിലുണ്ട്. അത് സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാവിയിൽ ഈ പുഴുക്കുത്തുകള് ഇന്ത്യൻ രാഷ്ട്രീയ ഭാവിയിലെ ഈ KC വേണുഗോപാലിനെ പോലെയുള്ള ആളുകൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ആ ഭാരത വിരുദ്ധ ശക്തികളുടെ അവരുടെ സാന്നിധ്യം പോലും ഇല്ലാതെയാകും. ഭാരതം ഇവരിൽ നിന്ന് മുക്തരാവും. രാഹുലിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന്, സോണിയയുടെയും പ്രിയങ്കയുടെയും രാഷ്ട്രീയത്തിൽ നിന്ന് ഭാരതം മുക്തമാകും. അതിനർത്ഥം കോൺഗ്രസ് മുക്തമാകുമെന്നല്ല ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് അതിന്റെ സ്വാഭാവികമായ ജനാധിപത്യ രൂപത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ കോൺഗ്രസിന് ഭാവി ഉണ്ടാവും. പക്ഷേ രാഹുലിനെയോ പ്രിയങ്കയോ സോണിയയോ സഹിക്കുന്നതിന് രാഷ്ട്രം തയ്യാറാവില്ല. അത്ര എനിക്ക് പറയാം.